ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന കർത്താവ് ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 120 അധ്യായം 1 വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നിട്ടുണ്ട്. ആ കഷ്ടതയിൽ നമ്മളെ വിടുവിച്ചത് ദൈവമാണ്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ അനവധി കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നുപോയി. ദൈവം നമ്മൾ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ഹന്നായുടെ കഷ്ടതയായിരുന്നില്ല യോസേഫ് അനുഭവിച്ച കഷ്ടത. യോസേഫ് അനുഭവിച്ച കഷ്ടതയായിരുന്നില്ല ദാനിയേലിൻ്റെ കഷ്ടത. അങ്ങനെ ഓരോരുത്തരുടെയും കഷ്ടത വ്യത്യാസപ്പെട്ടിരിക്കും. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കഷ്ടതകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അത് നമുക്ക് തന്നെ അറിയാം. നാം അനുഭവിക്കുന്ന കഷ്ടത ആയിരിക്കത്തില്ല നമ്മുടെ ഒരു കൂട്ടുസ്നേഹിതൻ അല്ലെങ്കിൽ കൂട്ടുസ്നേഹിത അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കഷ്ടം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മെ വിട്ട് നീങ്ങി പോകുവാൻ. പലപ്പോഴും സങ്കീർത്തനം 50:15 ഇപ്രകാരം പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കഷ്ടകാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ എന്നല്ല, ഈ ഭൂമി ജീവിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കഷ്ടതയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ലാത്ത ഒരാൾ പോലും ഈ ഭൂമിയിൽ കാണുകയില്ല. അപ്പോൾ കഷ്ടകാലം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് കഷ്ടകാലം ഉണ്ടെന്ന് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കഷ്ടകാലം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കണമെന്ന് കർത്താവ് പറയുന്നത്. സങ്കീർത്തനം 100 പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു. സങ്കീർത്തനം 50:15 പറയുന്നു, കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. അപ്പം നമ്മൾക്ക് കഷ്ടകാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കഷ്ടകാലത്ത് നാം ദൈവത്തോട് നിലവിളിക്കുക. ദൈവം നമ്മളെ വിടുവിക്കും എന്നാണ് സങ്കീർത്തനം 120:1 വാക്യത്തിലും സങ്കീർത്തനം 50:15 പറയുന്നത്. അപ്പം നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളൊക്കെ വരാം. നമ്മൾ നീതിമാനായി ജീവിച്ചാലും നമ്മുടെ ജീവിതം നമ്മൾ വിശുദ്ധനായി ജീവിച്ചാലും കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിൽ ഭക്തന്മാരെല്ലാം കഠിന ശോധന കൂടെ ഭക്തന്മാരെല്ലാം കടന്നു പോയത്. അതിന് നടുവിലും ദൈവം അവർ താങ്ങി നടത്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആശ്രയം മനുഷ്യരിലേക്കാണ് നാം ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് അവിടെ കൂടുതൽ പ്രവർത്തിപ്പാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. കർത്താവേ, എൻ്റെ കഷ്ടത ഞാൻ അറിയുന്നല്ലോ കർത്താവേ, അങ്ങ് എനിക്ക് വിടുതലയക്കണം, അങ്ങനെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം. നിലവിളിക്കാനാണ് പറയുന്നത്. കണ്ണുനീരോടെ നിലവിളിക്കാനാണ് പറയുന്നത്. ദൈവത്തോട് നിലവിളിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മുടെ കഷ്ടതയ്ക്ക് മാറ്റം വരുത്തും. മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. എന്നിട്ട് പൊതുവിൽ കാണുന്ന കാര്യമാണ്. അവരത് അടുത്തൊരു വ്യക്തി എടുത്ത് പറയും. ഇങ്ങനെ വ്യക്തികൾ പലരെ അറിയുന്നതല്ലാതെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത കൂട്ട് വേറെ ആർക്കും നമ്മുടെ വിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥയോടെ പ്രാർത്ഥിപ്പാൻ സാധ്യമല്ല. നമ്മുടെ വിഷയത്തിന് നമ്മൾ ആത്മാർത്ഥതയോടെ നിലവിളിക്കുന്നത് കൂട്ട് വേറൊരു വ്യക്തിക്ക് നിലവിളിക്കുവാൻ സാധ്യമല്ല. അതിനാൽ നമ്മുടെ വിഷയം നമുക്കൊരു കഷ്ടത വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചിരുന്ന് ദൈവത്തോട് നിലവിളിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുകയും ചെയ്യും. ഹന്നായെ വിടുവിച്ച ദൈവം ഹന്നായിക്ക്
പ്രതികൂലം കടന്നു വന്നപ്പോൾ, ഒരു പെണ്ണീന ഹന്നായ്ക്ക് പ്രതികൂലമായി നിന്നപ്പോൾ, ദൈവം ഹന്നായുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു ശമൂവേൽ ബാലനെ നൽകി. പിൽക്കാലത്ത് ഇസ്രായേലിലെ പേര് കേട്ട ഒരു പ്രവാചകനായി ശമൂവേൽ പ്രവാചകൻ മാറി. പ്രിയദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരാം, ദുഃഖങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, എല്ലാം വരാം. അതിൻ്റെയൊക്കെ നടുവിലും ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിലവിളിച്ചു കഴിഞ്ഞാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 120:1 സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. സങ്കീർത്തനം 50:15 പറഞ്ഞ പ്രകാരമാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ച് ഉപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കാരണം നമ്മുടെ ഇന്നത്തെ കഷ്ടതയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. നമ്മൾ തിരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൈവം നമ്മളെ വിടുവിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ സകലതും മറന്ന് കടന്നു പോകുകയല്ല ചെയ്യേണ്ടെന്ന്. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടത് അത്യാവശ്യമാണ്. ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.